ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരായി എത്തിയിരുന്ന ഇന്ത്യക്കാരെ നാട് കടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അനധികൃത കുടിയേറ്റക്കാരായി അവിടെ എത്തി നാട് കടത്തപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ആ ഇന്ത്യക്കാർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത്, ഏത് വഴിയാണ് സ്വീകരിച്ചത്, അതിൽ നിങ്ങൾ ഉപയോഗിച്ച പണം എവിടെ നിന്നാണെന്നൊക്കെ കണ്ടെത്താനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, ED അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകനായിട്ടുള്ള രജ്ദീപ് സർദേശായി, നമുക്കറിയാം കനത്ത മോദി വിരുദ്ധനാണ് ഈ രജ്ദീപ് സർദേശായി എന്ന് പറയുന്നത്. ഇന്ത്യ ടുഡേയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അദ്ദേഹം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരനായി അമേരിക്കയിൽ പോയി അവിടെ നിന്നും നാട് കടത്തപ്പെട്ട് തിരിച്ച് ഇന്ത്യയിലെത്തിയ ഒരാളെ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. അതിനുശേഷം വലിയ രോഷമാണ് രജ്ദീപ് സർദേശായിക്ക് നേരെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അനധികൃത കുടിയേറ്റക്കാരെ രജ്ദീപ് സർദേശായി വലിയ രീതിയിൽ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് US-ലേക്ക് കടക്കാൻ 55 ലക്ഷം രൂപയാണ് ഇയാൾ അനധികൃതമായ ഒരു ഏജൻസിക്ക് കൊടുത്തത്. അങ്ങനെയുള്ള ആളെയാണ് രജ്ദീപ് സർദേശായി ന്യായീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ രോഷം ഉയർന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അനധികൃത കുടിയേറ്റ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക നാട് കടത്തിയ സത്പാൽ സിംഗിനെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യ ടുഡേയിലെ മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള രജ്ദീപ് സർദേശായി ആ വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. വൻ തുക ചെലവഴിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടും US-ൽ നിന്ന് നാട് കടത്തപ്പെട്ടതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു ഈ സത്പാൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തി. നാട് കടത്തപ്പെട്ടവരെ US അധികാരികൾ ചങ്ങലയിൽ ബന്ധിച്ചതായും 15 ദിവസം പനാമയിലും 5 ദിവസം കാലിഫോർണിയയിലെ സാൻഡിയേഗോയിലും തടവിൽ വെച്ചതായും ആ വ്യക്തി തന്റെ അനുഭവം പങ്കുവച്ചു. നാട് കടത്തപ്പെട്ടവരെ വളരെ തണുത്ത കാലാവസ്ഥയിലാണ് അമേരിക്ക താമസിപ്പിച്ചത്. പോരാത്തതിന് ഭക്ഷണം കഴിക്കാൻ തന്നിരുന്നു, പക്ഷേ മരുന്ന് ഒന്നും തന്നെ തന്നിരുന്നില്ല. തങ്ങൾക്ക് പനി വന്നാൽ പോലും മരുന്ന് തന്നില്ല എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ഓരോ മണിക്കൂറിലും വലിയ രീതിയിലുള്ള കഷ്ടത അനുഭവിച്ചു. സിംഗ് സർദേശായിയോട് ഇങ്ങനെയാണ് പറഞ്ഞത്: അമേരിക്കയിൽ ഇന്ത്യക്കാരെ മൃഗങ്ങളെ പോലെയാണ് പരിഗണിക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത്. എങ്ങനെയാണ് അമേരിക്കയിലേക്ക് പ്രവേശിച്ചതെന്നും ഡങ്കി റൂട്ട് സ്വീകരിച്ചോ എന്നും സർദേശായി ചോദിച്ചപ്പോൾ ഇയാളുടെ മറുപടി: നിയമപരമായി US-ൽ പ്രവേശിക്കാൻ എന്തായാലും ഞങ്ങൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഏജന്റ് വഴിയാണ് പോയത് എന്നുള്ളതാണ് ഇയാൾ പ്രധാനമായും പറഞ്ഞത്. ഏജന്റ് പിന്നെ വഞ്ചിച്ചുവെന്നും വാക്ക് പാലിച്ചുവെന്നും സൂരിനാം വഴി നിയമവിരുദ്ധമായി US-ലേക്ക് കടക്കാൻ ഞാൻ ശ്രമിച്ചുവെന്നുമാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. എൻ്റെ ഏജന്റ് എനിക്ക് സൂരിനാമിലേക്ക് വിസ നേടിത്തന്നു. ഞാൻ വിദ്യാഭ്യാസം നേടിയതിനാൽ അവിടെ നിന്ന് വിമാനമാർഗം US-ലേക്ക് പ്രവേശിക്കും എന്ന് എനിക്ക് ഉറപ്പ് നൽകി. സൂരിനാമിൽ എത്തിയപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു. 4-5 ദിവസത്തേക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു ഫോൺ ലഭിച്ചപ്പോൾ ഞാൻ കുടുംബവുമായി സംസാരിച്ചു. നിയമവിരുദ്ധമായി US-ൽ പ്രവേശിക്കാൻ ഇപ്പോൾ പറയുന്ന ഏജന്റുമായി സംസാരിച്ചപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമായി ട്രാവൽ ഏജന്റിന് 55 ലക്ഷം രൂപ നൽകാൻ തന്റെ ഭൂമി വിറ്റ സിംഗ് ദാരിദ്ര്യം മൂലമാണ് താൻ അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞതാണ് വലിയ രീതിയിലുള്ള ട്രോളുകളായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതായത് ഭൂമി വിറ്റ 55 ലക്ഷം രൂപ കൊണ്ട് ദാരിദ്ര്യം മാറ്റാൻ അമേരിക്കയിലേക്ക് പോകുന്ന സത്പാൽ സിംഗിനെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ മുഴുവൻ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. പിതാവിന് വൃക്ക തകരാറുണ്ട്, അതിന് പണമില്ല, ഡയാലിസിസിന് പണം നൽകാൻ കഴിയില്ല, അമ്മയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ജോലി അവസരങ്ങൾ തേടി താൻ US-ലേക്ക് പോവുകയാണെന്നാണ് ഈ സത്പാൽ സിംഗ് പറഞ്ഞത്. വലിയ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് ഈ സത്പാൽ സിംഗ് നടത്തിയത്. പ്രധാനമന്ത്രി മോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ചങ്ങല ബന്ധിച്ചുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ നിയമമാണ്. പക്ഷേ അനധികൃത കുടിയേറ്റക്കാരായി നിങ്ങൾ അവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ജയിലിൽ പോകേണ്ടതാണ്. എന്നാൽ ഇന്ത്യയിലേക്കുള്ള ആൾക്കാരെ തിരിച്ചെടുക്കാനായി അല്ലെ തിരിച്ചയക്കാനായി അമേരിക്ക സന്മനസ് കാണിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ അവിടെയും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകാനുള്ള ഒരു മാർഗം അമേരിക്ക ഏർപ്പാടാക്കി തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകാം. രണ്ടാമത് ഓപ്ഷൻ കൂടെ തരും, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വഴി സഹായം വഴി പോവുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും പോകാതിരിക്കുകയാണെങ്കിൽ മാത്രമാണ് അമേരിക്കയുടെ ഫ്ലൈറ്റിൽ നിങ്ങൾ എവിടെ കൊണ്ടിറക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രജ്ദീപ് സർദേശായി ഇയാളെ ന്യായീകരിച്ചത് വലിയ രീതിയിലുള്ള വിവാദത്തിനാണ് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.